ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവനോട്, ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശെ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് പോലും കുഷ്ഠരോഗം ഒരു ഭയപ്പെടുത്തുന്ന അസുഖമാണ്. കുഷ്ഠരോഗത്തിന് ഇന്ന് ചികിത്സയുണ്ട്. എങ്കിലും കുഷ്ഠരോഗം ബാധിച്ചാൽ ശരീരത്തിന് അംഗവൈകല്യം വരാം എന്ന കാരണത്താലും കുഷ്ഠരോഗം പകരും എന്ന കാരണത്താലും അനേക ആളുകൾ ഇന്നും കുഷ്ഠരോഗത്തെ ഭയപ്പെടുന്നു. പുരാതന കാലത്ത് കുഷ്ഠരോഗത്തിന് മരുന്നില്ലായിരുന്നു. അത് പകരുന്ന അസുഖം ആയിരുന്നതുകൊണ്ട് ആളുകൾ കുഷ്ഠരോഗത്തെ ഭയപ്പെട്ടിരുന്നു. കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ആളുകൾക്ക് കുഷ്ഠരോഗിയോടുള്ള മനോഭാവം. മാത്രമല്ല, യേശുക്രിസ്തു ജീവിച്ച യഹൂദ പശ്ചാത്തലത്തിൽ കുഷ്ഠരോഗം വെറുക്കപ്പെട്ട ഒരസുഖമായിരുന്നു. കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയുള്ള നിയമം അവരുടെ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു ചെറിയ പാട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പുരോഹിതനെ പോയി കണ്ട് അത് കുഷ്ഠമാണോ അല്ലയോ എന്ന് തീർച്ചപ്പെടുത്തണം എന്ന് ന്യായപ്രമാണം പറയുന്നു. ത്വക്കിൽ ഒരു നിറവ്യത്യാസമോ ഒരു കുഴിവോ ഒരു മുറിവോ എന്ത് തന്നെ ഉണ്ടായാലും കുഷ്ഠമാണോ അല്ലയോ എന്ന് പുരോഹിതൻ തീരുമാനിക്കണം. ഒരു ചെറിയ പാട് പോലും കുഷ്ഠമാകാം. പുരോഹിതൻ അത് കുഷ്ഠരോഗമാണെന്ന് വിധിച്ചാൽ ആ വ്യക്തി സമൂഹത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല. അവൻ പുറത്തു പോകണം. മറ്റുള്ളവരുമായി അവന് യാതൊരു സംസർഗവും പാടില്ല. ഇത്തരം സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നത്. യേശു ഒരു പട്ടണത്തിലായിരുന്നു. ഏത് പട്ടണത്തിലായിരുന്നു എന്ന് നാം വായിക്കുന്നില്ല. അയാളെക്കുറിച്ച് നാം വായിക്കുന്നത് കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. ഒരു ചെറിയ ത്വക്ക് രോഗമല്ല, എവിടെയെങ്കിലും ശരീരത്തിലൊരു പാടല്ല. ഇയാളുടെ ശരീരം മുഴുവൻ കുഷ്ഠമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. അയാൾക്കും സംശയമില്ല, അയാൾ കുഷ്ഠരോഗി തന്നെയാണ്. അയാളുടെ അവസ്ഥയെക്കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. അയാൾ പറയുന്നത്, യേശുവിന് മനസ്സുണ്ടായാൽ മതി, എനിക്ക് ശുദ്ധമാകാം. എന്നെ ശുദ്ധമാക്കുവാനുള്ള കഴിവ് യേശുവിനുണ്ട്, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ യേശുവിന് അതിനുള്ള മനസ്സുണ്ടായാൽ മതി. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ബാലൻ, അവന് ഭൂതം ബാധിച്ചിരുന്നു. ആ ബാലകന്റെ അപ്പൻ അവനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശുവിനെ കണ്ടപ്പോൾ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു അവനോടും അപേക്ഷിച്ചു. എന്നിട്ട് അവൻ യേശുവിനോട് പറയുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നെ മകനെ സൗഖ്യമാക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നിന്നാൽ കഴിയുമെന്നോ? യേശു അവിടെ നീരസപ്പെട്ടാണ് അവനോട് സംസാരിക്കുന്നത്. കാരണം അവൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിച്ചില്ല. മറിച്ച്, ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഒരു പക്ഷേ നിനക്ക് കഴിഞ്ഞാൽ കൊള്ളാം, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന മട്ടിലായിരുന്നു അവന്റെ സംസാരം. യേശു നീരസപ്പെട്ടു, എങ്കിലും അവന് സൗഖ്യം കൊടുത്തു. എന്നാൽ ഇവിടെ ഈ കുഷ്ഠരോഗിക്ക്
ആ തരത്തിലുള്ള യാതൊരു സംശയവുമില്ല. യേശുവിന് കഴിയുമെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് യേശു ഉടൻ തന്നെ അവനെ തൊട്ടു അവനെ സൗഖ്യമാക്കിയത്. ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്, പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ. യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരുത്തൻ കുഷ്ഠരോഗിയായാൽ അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാം. ഒരു കുഷ്ഠരോഗി ആദ്യം അവന്റെ വസ്ത്രം കീറിക്കളയണമെന്നാണ് പറയുന്നത്. കീറിയ വസ്ത്രമേ അവന് ഉടുക്കുവാൻ പാടുള്ളൂ. വസ്ത്രമാണല്ലോ മനുഷ്യന്റെ മാന്യതയെ കാണിക്കുന്നത്. കുഷ്ഠരോഗിയായി കഴിഞ്ഞാൽ ആദ്യം അവന്റെ മാന്യത നഷ്ടപ്പെടുകയാണ്. സമൂഹത്തിൽ അവന് യാതൊരു സ്ഥാനവുമില്ല. അവന്റെ എല്ലാ മാന്യതയും നഷ്ടപ്പെട്ടു. രണ്ടാമത്, അവൻ തല മൂടരുത്. യഹൂദ മര്യാദ പ്രകാരം എല്ലാവരും തല മൂടും, തൊപ്പി വയ്ക്കും. അവർ തലയിൽ അണിയുന്ന തൊപ്പിയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിലെ അവരുടെ സ്ഥാനം. പുരോഹിതന് തലയിൽ വയ്ക്കുവാനൊരു തൊപ്പിയുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ അറിയാം ആൾ പുരോഹിതനാണെന്ന്. സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല. മാന്യത പോയി, തനിക്ക് ഉണ്ടായിരുന്ന സ്ഥാനവും നഷ്ടപ്പെട്ടു. താൻ തല മൂടാൻ പാടില്ല. പിന്നീട് അവൻ അധരം മൂടണം, വായ് മൂടിക്കൊണ്ട് വേണം നടക്കാൻ. അതിന്റെ ഒരു കാരണം ഒരുപക്ഷെ വായിൽ കൂടി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അണുക്കൾ പകരാതിരിക്കാനായിരിക്കും. എങ്കിലും വായ് മൂടിയാൽ ഒരു വ്യക്തിക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതാകുകയാണ്. മാന്യത നഷ്ടപ്പെട്ടു, സമൂഹത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൻ അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. അവൻ പറയുന്നത് ആരും കേൾക്കുകയില്ല. അവൻ പറയുന്നത് കേൾക്കാൻ സമൂഹത്തിൽ ആരുമില്ല. പിന്നെ താൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. അശുദ്ധൻ അശുദ്ധൻ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. കാരണം വേറെ ആരും അവന്റെ അടുക്കൽ വന്ന് അവനെ തൊടുവാൻ തീണ്ടുവാൻ ഇടയാകരുത്. ഇവനെ ആരെങ്കിലും തൊട്ടാൽ ആ വ്യക്തി അശുദ്ധനായി മാറും. അതുകൊണ്ട് ഇവൻ അശുദ്ധനാണ് അശുദ്ധനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. ഇതായിരുന്നു ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ. അവന് കുടുംബമില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളോ കൂട്ടുകാരോ ഇല്ല. ഇങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു. അവനോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ലൂക്കോസ് പറയുന്നു, യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ആ കുഷ്ഠരോഗിയെ യേശു തൊട്ടു. ഒരു കുഷ്ഠരോഗിയെ തൊടുന്നയാൾ അശുദ്ധനാകണം. അതുകൊണ്ടാണ് ആളുകൾ കുഷ്ഠരോഗിയെ തൊടാതെ മാറി നടക്കുന്നത്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയോട് പറഞ്ഞിരിക്കുന്നത് അവൻ എപ്പോഴും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. കാരണം ആരും അറിയാതെ പോലും അവനെ തൊടരുത്. എന്നാൽ യേശു അറിയാതെ അവനെ തട്ടിയെന്നല്ല, കൈ നീട്ടി അവനെ തൊട്ടു. ഒരു പട്ടണത്തിലിരിക്കുമ്പോഴാണ്, മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയെ തൊട്ടു. ഒരു കുഷ്ഠരോഗി ആരെങ്കിലും തൊട്ടാൽ ആ തൊട്ട വ്യക്തി അശുദ്ധനാകും. പക്ഷേ ഇവിടെ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ കുഷ്ഠരോഗി ശുദ്ധനായി. കുഷ്ഠരോഗിയെ യേശു തൊട്ടപ്പോൾ യേശു അശുദ്ധനാകുകയല്ല, മറിച്ച് കുഷ്ഠരോഗി ശുദ്ധനാകുകയാണ് ചെയ്തത്. പിന്നീട് യേശു അവനോട് പറഞ്ഞു, ഇത് ആരോടും പറയരുത്. അതിന്റെ കാരണം വലിയ പോപ്പുലാരിറ്റി, വലിയ ജനക്കൂട്ടം ഉണ്ടാകും. ഇത് പറയാതെ തന്നെ വലിയ ജനക്കൂട്ടം ഉണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം, പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്നവനോട് കൽപ്പിച്ചു. ഈ കുഷ്ഠരോഗിക്ക് സാക്ഷ്യമായി യേശുവിന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന്. അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഒരുപക്ഷെ അവരും കണ്ടു യേശുവിന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന്. ഇപ്പോൾ യേശു പറയുന്നു, നീ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിക്കുക. എന്തിനു വേണ്ടി? അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കാം. ഒരു കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നാൽ, അവന് സൗഖ്യം വന്നാൽ, അവൻ പുരോഹിതന്റെ അടുത്ത് പോയി തന്നെത്താൻ കാണിക്കണം. പുരോഹിതനാണ് അവനെ ശുദ്ധനെന്ന് വിധിക്കേണ്ടത്. പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ വലിയൊരു പ്രോസസ്സാണ്.
ഇവന് പുരോഹിതന്റെ അടുത്ത് ചെല്ലുവാൻ സാധിക്കില്ല. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ഇവന്റെ അടുക്കൽ വരണം. അവിടെ വന്ന് ഇവനെ ശുദ്ധനാണെന്ന് പുരോഹിതൻ വിധിക്കുകയാണ്. അത് കഴിഞ്ഞ് വലിയ ചടങ്ങുകളാണ് അവിടെ. ചടങ്ങെന്ന് പറഞ്ഞാൽ അവർ 2 പക്ഷികളെ എടുക്കണം. ഒരു പക്ഷിയെ കൊല്ലണം, മറ്റേ പക്ഷിയെ പറത്തിവിടണം. ആ കൊന്ന പക്ഷിയുടെ രക്തമെടുത്ത് ഇവന്റെ മേൽ തെളിക്കണം. അവിടെ പക്ഷി, പിന്നെ ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് തുടങ്ങിയ സാധനങ്ങൾ കൂടിയുണ്ട്. പിന്നെ ഈ കുഷ്ഠരോഗി വസ്ത്രം അലക്കി ദേഹമൊക്കെ ക്ഷൗരം ചെയ്യണം. പാളയത്തിന് പുറത്ത് വീണ്ടും ഒരു 7 ദിവസം കൂടി താമസിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും തലയിലെ മുടിയും പുരികവും എല്ലാം അടിക്കണം. ഇങ്ങനെ വലിയ ഒരു പ്രക്രിയ തന്നെ ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നാം ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ പ്രക്രിയയിലൊക്കെ പുരോഹിതൻ ഇൻവോൾവ് ആണ്. പുരോഹിതനും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇതൊരൽപ്പം പണിയുള്ള കാര്യമാണ്. ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ പക്ഷികളെ യാഗം കഴിക്കണം, പിന്നെ ആടിനെ യാഗം കഴിക്കണം. ഇങ്ങനെ വലിയൊരു പണിയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ പുരോഹിതൻ അത് മറന്നുപോവുകയില്ല. വളരെ നീണ്ട ഒരു പ്രക്രിയയാണ് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും ശുദ്ധനായിട്ടുണ്ടോ? ഏതെങ്കിലും കുഷ്ഠരോഗി ശുദ്ധനായി സൗഖ്യം പ്രാപിച്ച് പുരോഹിതന്റെ അടുക്കൽ വന്ന് പുരോഹിതൻ ഈ പ്രക്രിയകളൊക്കെ ചെയ്ത് അവനെ ശുദ്ധനാണ് എന്ന് വിധിച്ചിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് താൻ നസറേത്തിലെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും അരാമ്യനായ നയമാൻ മാത്രമേ, സിറിയക്കാരനായ നയമാൻ മാത്രമേ സൗഖ്യമായുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇസ്രയേലിൽ ഒരു കുഷ്ഠരോഗി പോലും എലീശ പ്രവാചകന്റെ കാലത്ത് സൗഖ്യം പ്രാപിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൽ ഒരു കുഷ്ഠരോഗിയും സൗഖ്യം പ്രാപിച്ച് പുരോഹിതന്റെ അടുത്ത് വന്ന് പുരോഹിതനെ കൊണ്ട് ഈ ദീർഘമായ പ്രക്രിയകളൊന്നും ചെയ്യിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ശരീരത്തിൽ യാതൊരു പാടുമില്ലാതെ പൂർണ്ണമായി ശുദ്ധി പ്രാപിച്ച ഒരു വ്യക്തി താൻ പുരോഹിതന്റെ അടുക്കൽ വന്ന് എനിക്ക് കുഷ്ഠമായിരുന്നു, എന്റെ കുഷ്ഠം മാറിയോ എന്നൊന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പുരോഹിതന് വാസ്തവത്തിൽ അതിശയിക്കണം. കാരണം ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ ഒരു കുഷ്ഠരോഗി തന്റെ കുഷ്ഠം പൂർണ്ണമായി മാറി ശുദ്ധീകരണ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വന്നിരിക്കുന്നു. അത് ആ പുരോഹിതന് ഒരു സാക്ഷ്യമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ആകെപ്പാടെ സൗഖ്യം കിട്ടിയത് സൂറിയക്കാരനായ നയമാനാണ്. ഇവിടെ ഇതാ ഒരു ഇസ്രായേൽക്കാരനായ കുഷ്ഠരോഗിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതുവരെ ഒരു പുരോഹിതനും ചെയ്യാത്ത ശുദ്ധീകരണ ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരവസരം വന്നിരിക്കുന്നു എന്ന് ഈ പുരോഹിതന് മനസ്സിലാകുമ്പോൾ അത് പുരോഹിതനൊരു സാക്ഷ്യമാണ്. എന്താണ് ആ സാക്ഷ്യം? കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കുവാൻ തക്ക ശക്തിയുള്ള ഒരാൾ ഇന്ന് ഇസ്രായേലിലുണ്ട്. അതാരാണ്? പുരോഹിതൻ ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് യേശു പറഞ്ഞത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ പോയി മോശ പറഞ്ഞ വഴിപാടൊക്കെ ചെയ്യുക. കാരണം ഇതുവരെ ആരും അങ്ങനെ ഒരു വഴിപാട് ചെയ്തിട്ടില്ല. ആ കുഷ്ഠരോഗി എന്തു ചെയ്തു? പുരോഹിതന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ഇതൊന്നും നമുക്കറിഞ്ഞുകൂടെങ്കിലും യേശു ഭൂമിയിൽ വന്നത് സാമാന്യ ജനത്തിന് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു കൊടുക്കുക എന്നതെന്റെ ഉദ്ദേശമായിരുന്നു. അതുകൊണ്ടാണ് താൻ പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്നാൽ സാമാന്യജനം മാത്രമല്ല, പുരോഹിതന്മാരും അതറിയണം. അതിനുവേണ്ടി താൻ ഒരു സൗഖ്യമായ കുഷ്ഠരോഗി അവരുടെ അടുക്കിലേക്ക് വിടുകയാണ്. ഈ അധ്യായത്തിൽ തുടർന്ന് യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും അവരുടെ സാക്ഷ്യത്തിനായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പുരോഹിതന്മാരോട് യേശു പറയുന്നു,
ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് സൗഖ്യമായ ഒരു കുഷ്ഠരോഗിയെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്നു. ഈ സംഭവം മുഖാന്തരം അനേക ആളുകൾ യേശുവിനെക്കുറിച്ച് കേട്ടു. അവൻ്റെ വചനം കേൾക്കേണ്ടതിനും അവനാൽ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കേണ്ടതിനും അവൻ്റെ അടുക്കൽ വന്നു. എന്നാൽ യേശു എന്താണ് ചെയ്തത്? 16 വാക്യത്തിൽ അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പ്രസംഗിച്ചു. അവന്റെ പ്രസംഗം വളരെ അതിശയകരമായിരുന്നു. മറ്റാരും സംസാരിക്കാത്തതുപോലെയാണ് അവൻ പ്രസംഗിച്ചത്. എന്നാൽ ഇതൊക്കെ ആയിരുന്നെങ്കിലും യേശുവിന്റെ ജീവിതത്തിലെ പ്രയോറിറ്റി, തന്റെ മുൻഗണന എന്ന് പറയുന്നത് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. പിതാവുമായിട്ടുള്ള സംസർഗം, അതിനായിരുന്നു യേശു പ്രാധാന്യം നൽകിയത്. എത്ര തിരക്കുള്ള ശുശ്രൂഷ തനിക്കുണ്ടായിരുന്നെങ്കിലും തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിതാവുമായുള്ള തന്റെ സംസർഗം എന്നതായിരുന്നു. പരസ്യ ശുശ്രൂഷയുടെ വിജയമല്ല, മറിച്ച് പിതാവിനോടുള്ള തന്റെ കൂട്ടായ്മ, അതായിരുന്നു തനിക്ക് പ്രാധാന്യം. പല ദൈവദാസന്മാർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണ് അവരുടെ ശുശ്രൂഷയിലെ തിരക്ക് മൂലം ദൈവത്തോടുള്ള സംസർഗം, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് പ്രാധാന്യമില്ലാതെ പോകുന്നു. അത് വലിയ അപകടമാണ്. നമ്മുടെ കർത്താവ് എത്ര തിരക്കുള്ളവനായിരുന്നെങ്കിലും താൻ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി തന്റെ പിതാവുമായുള്ള സംസർഗത്തിൽ സമയം ചിലവഴിച്ചു എന്ന് നാം വായിക്കുന്നു. ഇത് നമുക്കും ഒരു മാതൃകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കി. കുഷ്ഠരോഗിയെ തൊടുന്നവനെല്ലാം അശുദ്ധനാകും. എന്നാൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ ആ കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടായി. മാത്രമല്ല, അവനെ സാക്ഷ്യത്തിനായി പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് അയച്ചു. സമൂഹത്തിലുള്ള എല്ലാവരും ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന കാര്യം അറിയണം എന്നവിടുന്ന് ആഗ്രഹിച്ചു. മാത്രമല്ല, അവിടുത്തെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പിതാവുമായിട്ടുള്ള തന്റെ ബന്ധമായിരുന്നു. ആ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവവുമായുള്ള നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും നിലനിർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവേ.